ഫിഫ വേൾഡ് കപ്പ് 2026 ഇന്നലെയും ഇന്നുമായി നടന്ന മത്സരങ്ങളുടെ ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ ഡാലയിലെ എപ്പിസോഡിൽ. അപ്പോൾ ഹരി, നമുക്ക് ആദ്യം അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ 2-0 അർജന്റീന ജയിച്ചു. മെസ്സി തന്നെയാണ് 2 ഗോൾ അടിച്ചത്. 18 ഗോളുമായി ഓൾ ടൈം ടോപ്പ് സ്കോററിൽ ഫസ്റ്റ് തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ക്ലോസയിൻ്റെ 16 ഗോൾ കഴിഞ്ഞ ദിവസം മറികടന്നു. ഇപ്പോൾ വീണ്ടും 18 ഗോളുമായി ഫസ്റ്റ് നിൽക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മത്സരത്തിൻ്റെ ഒരു അനാലിസിസ് ആയിട്ട് വരുന്നത്? ഓസ്ട്രിയക്കെതിരെ അർജന്റീനയുടെ മത്സരത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു തുടക്കത്തിൽ മെസ്സിക്ക് ഉണ്ടായ പെനാൽറ്റി മിസ് കഴിഞ്ഞ ഉടനെ ഒരു ഓസ്ട്രിയ ഫാൻ ഷർട്ട് ഊരിയിട്ട് മറ്റേ മെസ്സി ഹൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു മിക്കവാറും അത് ഗ്രൗണ്ടിൽ അപ്പം തന്നെ എഴുതിയതായിരിക്കും, അല്ലെങ്കിൽ ആദ്യം തൊട്ടേ കാണിക്കേണ്ട, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഊരി കാണിക്കാന്നുള്ള ഐഡിയയിൽ വന്നായിരിക്കും. പക്ഷെ ആ ഒരു ചോദ്യത്തിന് അതേ മാച്ചിൽ തന്നെ മറുപടി നൽകാൻ മെസ്സിക്കായി. ആദ്യത്തെ ഗോളും മെസ്സി നേടി, അതിനുശേഷം ഇഞ്ചുറി ടൈമിൽ ഒരു ഗോളും മെസ്സി അടിച്ച് 2 ഗോൾ നേടി. മെസ്സി തന്നെ ധീരജ് പറഞ്ഞ പോലെ ക്ലോസയുടെ ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോറർ ഇൻ ദ വേൾഡ് കപ്പ് എന്നുള്ള റെക്കോർഡ് പൊട്ടിക്കുകയും ചെയ്തു. ആ ലീഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ മെസ്സി വിമർശകർക്കാണെങ്കിലും അപ്പം തന്നെ പരിഹസിച്ച ആളുകൾക്കാണെങ്കിലും ഉടൻ തന്നെ മറുപടി നൽകിയൊരു മത്സരമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഓസ്ട്രിയനെ പറ്റി പറയുമ്പോൾ ഓസ്ട്രിയ ഇപ്പറഞ്ഞ പോലെ ബോള് വിൻ ചെയ്യുക അല്ലെങ്കിൽ റിക്കവർ ചെയ്യുക അതൊക്കെ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ അറ്റാക്കിങ്ങിലുള്ള അല്ലെങ്കിൽ ഫൈനൽ തേർഡിലുള്ള ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി കാരണമാണ് അവർക്ക് ഗോളുകൾ അടിക്കാൻ പറ്റാതെയായത്. അത് മാത്രമല്ല, അർജന്റീനയുടെ മികച്ച ഡിഫൻസും, പ്രത്യേകിച്ച് ലിസാൻഡ്രോ മാർട്ടിനസ് ലിച്ച നല്ലൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത്. പിന്നെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോലെ അർജന്റീന ടീമിന്റെ സെറ്റപ്പ് അത് ഒരു മെസ്സി സെന്റേഡ് ആണ്. അപ്പോൾ മെസ്സിന്റെ സ്ട്രെങ്ത്തിനും വീക്ക്നെസ്സിനും അനുസരിച്ച് കളിക്കുക, അതേ ഗെയിം പ്ലാൻ തന്നെയാണ് ഇന്നലെയും കണ്ടത്. അപ്പോൾ ആദ്യ ഗോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് മെഡീനയാണ് അസിസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ആൽമാഡ ഒരു ഡമ്മി ചെയ്യായിരുന്നു. കാരണം ആൽമാഡയ്ക്ക് അറിയാം പിന്നാലെ മെസ്സി എത്തും, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഉറപ്പിലാണ് ആ ഒരു ഡമ്മി ഉണ്ടാവുന്നത്. അത് മെസ്സി ഗോളാക്കുകയാണ്. ഇപ്പോഴും അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ രണ്ടാമത്തെ ഗോൾ വരുമ്പോൾ മെസ്സിയാണ് ആൽവരസിന് പാസ് ചെയ്യുന്നത്. ആൽവരസ് ഗോൾ ചെയ്തിട്ട് ഒരു 1v1 വരികയാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ ആൽവരസിന് പറ്റുന്നില്ല. വീണ്ടും അവിടെ മെസ്സി എത്തുന്നു, മെസ്സി അത് ഗോളാക്കുന്നു. ഇതിലുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശങ്ക എന്ന് പറയുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, മെസ്സി ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ മെസ്സി ഉണ്ട്, അതിനെപ്പറ്റി ബോധേഡാവേണ്ട കാര്യമില്ല. പക്ഷെ ഒരു സാഹചര്യം അനാലിസിസ് നടത്തുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിലാണെങ്കിലും എൻസോ ഫെർണാണ്ടസ്, മെക്കാലിസ്റ്റർ, ഹൂലിയൻ ആൽവരസ് ഇവരെല്ലാവരും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊപ്പം മെസ്സിയും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അർജന്റീന ഈ വേൾഡ് കപ്പിൽ അടിച്ച 5 ഗോളും മെസ്സിയാണ് അടിച്ചത്. ഇന്നലെ ആൽവരസിന് നല്ല ചാൻസ് കിട്ടി, കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ലോട്ടാറോ മാർട്ടിനസിന് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ മത്സരത്തിലും ലോട്ടാറോ മാർട്ടിനസിനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവരെ കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആ മെസ്സിയുടെ ബ്രില്യൻസിലാണ് ഈ ടീം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മെസ്സിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഒരു ഹാർട്ട് അറ്റാക്കിലൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്ന് ചെറിയ വലിയ ഇഞ്ചുറിയോ മറ്റോ ഉണ്ടായാൽ, ചിലപ്പോൾ ചെറിയ ഇഞ്ചുറി ആണ്, ഇപ്പോൾ മത്സരത്തിന്റെ പകുതിയിൽ നിന്നൊക്കെ മാറേണ്ടി വന്നാൽ, റെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ അർജന്റീന ടീം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൊരു ആശങ്ക അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും മെസ്സിനെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ, എപ്പോഴും ബിഗ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന, അവിടെ ഷോ അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാർ ഉള്ളത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം, അതായത് ആ മെസ്സിയുടെ സ്ട്രെങ്ത്തിലേക്ക് പ്ലേ ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വിന്നിങ് സ്ട്രാറ്റജിയാണ്. അത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ മറ്റ് മികച്ച പ്ലേയേഴ്സ്, അതായത് ലോട്ടാറോ മാർട്ടിനസ്, ഹൂലിയൻ ആൽവരസ്, അങ്ങനെ ബാക്കിയുള്ളവർക്കൊന്നും ഗോൾ അടിക്കാൻ പറ്റാത്തത് ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. ആൽവരസൊക്കെ അത്ലറ്റിക്കോ ഒരു നല്ല കഴിഞ്ഞ സീസണിലൊക്കെ നല്ല ഇതായിരുന്നു. അതെ, അത്ലറ്റിക്കോലും അതിന് മുന്നേ സിറ്റിയിലാണെങ്കിലും, സിറ്റിയിൽ ആക്ച്വലി ഫുൾ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ കാരണം ഹാളൻഡ് പറഞ്ഞൊരു സ്ട്രൈക്കർ ഉണ്ട്. അപ്പോൾ എപ്പോഴും സബ്ബായിട്ടൊക്കെയാണ് ആൽവരസ് മിക്കപ്പോഴും വരലുള്ളത്. അപ്പോൾ ഫുൾ ടൈം മത്സരങ്ങൾ കളിക്കണം പറഞ്ഞിട്ടാണ് അത്ലറ്റിക്കോ മെഡ്രിഡിലേക്ക് ആൽവരസ് എത്തുന്നത്. അത്രയും ക്വാളിറ്റി ഇല്ല. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ആൽവരസ് ആരാണെന്ന് തെളിയിച്ചൊരു വേൾഡ് കപ്പും കൂടിയാണ്. അപ്പോൾ ആ ആൽവരസിന് ഇന്നലെ ഒരു ഗോളിയുടെ കൂടെ 1v1 കിട്ടിയിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. പക്ഷെ മെസ്സി അത് കൺവേർട്ട് ചെയ്ത് മെസ്സിയുടെ ക്വാളിറ്റി വീണ്ടും കാണിച്ചൊരു ദിവസമായിരുന്നു. ഇനി അടുത്തൊരു മത്സരം എനിക്ക് തോന്നുന്നു ജോർദന്റെ കൂടെ ഒരു ടെൻഷൻ ഫ്രീ മത്സരമായിരിക്കും. കാരണം ഓൾറെഡി റൗണ്ട് ഓഫ് 32 ക്വാളിഫൈ ആയി. അപ്പോൾ അതിൽ ചിലപ്പോൾ ആരൊക്കെ ടീം അതിലിനിപ്പോൾ വേറൊരു പരീക്ഷണം ലയണൽ സ്കലോണി നടത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ നല്ല ഫോമിലാണ് മെസ്സി പോകുന്നത്. ഈ അടുത്തത് ഗ്രൂപ്പ് ഐയിൽ നടന്ന ഫ്രാൻസ് ഇറാഖ് മത്സരമാണെങ്കിലും അതിനകത്ത് ഫ്രാൻസ് 3-0 ജയിച്ചൊരു മത്സരമാണ്. എംബാപ്പെ 2 ഗോൾ അടിച്ച്, 1 ഗോൾ ഡിംബെലെ അടിച്ചു. അപ്പോൾ അതിൽ എംബാപ്പെ നേരത്തെ തന്നെ ടോപ്പ് സ്കോറേഴ്സിൽ ലിസ്റ്റിലുണ്ടെങ്കിലും ഇപ്പോൾ 16 ഗോളുമായി ക്ലോസയുടെ ഒപ്പം, അതായത് കഴിഞ്ഞ ദിവസം മെസ്സി മറികടന്ന ഒരു ക്ലോസയുടെ ഇത് അതിൻ്റെ ലെവലായിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഡോമിനേഷനാണ് അതിനകത്ത് നമുക്ക് ഫ്രാൻസ് ഇറാഖ് മത്സരത്തിൽ കാണാൻ കഴിയുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ച് ഇറാഖ് ചെറിയൊരു ടീമാണ്. ഏഷ്യയിൽ നിന്ന് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ അപ്പുറം ഒരു കടന്നിട്ടില്ല ആക്ച്വലി.
അപ്പോൾ അങ്ങനെ ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ഡൊമിനേഷൻ ഫ്രാൻസിൽ നിന്ന് പ്രതീക്ഷിച്ച് അത് തന്നെയാണ് കിട്ടുകയും ചെയ്തത്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ 19 ഷോട്ടുകളാണ് ഫ്രാൻസിൽ നിന്ന് വന്നത്, 5 ഓൺ ടാർഗറ്റും ഉണ്ടായിരുന്നു. ഈ കളി മൊത്തം അവരുടെ ഇറാഖിൻ്റെ ബോക്സിലാണ് കളി നടന്നിരുന്നത് മൊത്തം. ഈ ഒരു ജയത്തോടു കൂടി ഫ്രാൻസ് നോക്കൗട്ടിലേക്ക് കടന്നു. ആ ഗ്രൂപ്പിൽ തന്നെയുള്ള നോർവേ ആണ് ഉള്ളത്. നോർവേയും 2 മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് അവരും ക്വാളിഫൈ ആയിട്ടുണ്ട്. അവർ രണ്ടുപേരും ആക്ച്വലി ആ ഗ്രൂപ്പിൽ ജയിച്ചിട്ടുള്ളൂ. 6 പോയിന്റുമായിട്ട് രണ്ടുപേരും ക്വാളിഫൈ ചെയ്യും. ഇനി അടുത്ത മത്സരമാണ് ആരായിരിക്കും ടോപ്പ് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് വിന്നേഴ്സ് ആയിട്ട് വന്നേന്നുള്ളത്. അതായത് ഫ്രാൻസും നോർവേ ആയിട്ടാണ് മത്സരം. അതിൽ വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ എംബാപ്പെ വേഴ്സസ് ഹാളൻഡ് ആരായിരിക്കും ബെറ്റർ എന്നുള്ളത് ഒരു മത്സരം നമുക്ക് അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ അടുത്ത മത്സരം സെനഗൽ നോർവേ 3-2 സെനഗലിനെ തോൽപ്പിച്ച മത്സരമായിരുന്നു. നോർവേക്ക് വേണ്ടി ആ മത്സരത്തിൽ ഹാളൻഡ് 2 ഗോൾ അടിച്ചു. പെഡേഴ്സനാണ് ഫസ്റ്റ് ഗോൾ അടിച്ചത്. സെനഗലിന് വേണ്ടി ഇസ്മയിൽ സാറാണ് 2 ഗോൾ അടിച്ചത്. അപ്പോൾ അതിലും 2 ടീമും ഏകദേശം യൂറോപ്യൻ ശക്തി എന്ന് നോർവേനെ പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ഡീസൻറ്റ് ടീമാണ് അവർ. സ്കോർ സ്ട്രെങ്ത് ആയിട്ട് നോക്കിയാലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാലും ഉണ്ട്. അതേപോലെ തന്നെയാണ് സെനഗലിൽ മാനയുണ്ട്, അതേപോലത്തെ ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്, ഇസ്മയിൽ സാറ്. അപ്പോൾ ആ ഒരു ആഫ്രിക്കൻ ശക്തിയും യൂറോപ്യൻ ഒരു ഡീസൻറ്റ് ടീമും തമ്മിലൊരു മത്സരം നടക്കുമ്പോൾ ഒരു ഡീസൻറ്റ് ഗെയിം തന്നെയാണ് നടന്നത്. 2 പേർക്കും അത്യാവശ്യം ഡോമിനേഷൻ ആയിട്ടാണ് നടന്നിരുന്നത്. അതിൽ 16 ഷോട്ട് സെനഗലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, 13 ഷോട്ടേ ഉണ്ടായുള്ളൂ നോർവേയുടെ ഭാഗത്ത്. പക്ഷേ നോർവേക്ക് 7 ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇപ്പോൾ ഈ ഹാളഞ്ചിനെ പോലുള്ള പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ നോർവേക്ക് അത് കുറച്ചൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കിയാൽ ഒരു ഈക്വൽസിൻ്റെ തമ്മിലുള്ളൊരു ബാറ്റിലായിട്ട് നമുക്ക് ഈ മത്സരം വിലയിരുത്താൻ പറ്റും. ഈ സെനഗൽ ഇത്രയും ഒരു ക്വാളിറ്റി ഗെയിം കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ 2 മത്സരവും തോറ്റ്, അതായത് ഗ്രൂപ്പിൽ തേർഡായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത മത്സരം സെനഗൽ ഇറാഖായിട്ടാണ്. അവർക്ക് ആ ഒരു മത്സരം ജയിക്കാൻ പറ്റിയ തേർഡായിട്ട് വരാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ വലിയൊരു ഗോൾ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത നോക്കൗട്ടിലേക്ക് കടക്കാനുള്ള ചാൻസും ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന ഒരു ബിഗ് മാച്ചാണ് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ. അതിൽ ഫസ്റ്റ് ഗെയിം പോർച്ചുഗൽ സമനിലയായിരുന്നു കോങ്കോ ആയിട്ട്. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു മത്സരമാണ് ഉസ്ബെക്കിസ്ഥാനായിട്ട്. ഉസ്ബെക്കിസ്ഥാൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രഡിക്ഷനോ? ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വലിയൊരു പ്രഷറുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ പറഞ്ഞ പോലെ സ്റ്റാർസ് എല്ലാവരും ഓൾറെഡി ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഹാരി കെയ്ൻ ആവട്ടെ, എംബാപ്പെ ആവട്ടെ, ലയണൽ മെസ്സി ആവട്ടെ, ഹാളൻഡ് ആവട്ടെ, എല്ലാവരും ഗോൾ അടിച്ചു കഴിഞ്ഞു. ഓൾറെഡി 2 ഗോളൊക്കെ വെച്ച് അടിക്കും. അതെ, അതും ആദ്യത്തെ മാച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഗോൾ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ മാച്ച് പോർച്ചുഗലിന് കഴിഞ്ഞു, പക്ഷെ അന്ന് ക്രിസ്ത്യാനോയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇവരെല്ലാവരും ഗോൾ അടിച്ചത് ഒരേ ദിവസത്തെ മത്സരങ്ങളിൽ തന്നെയായിരുന്നു, അതായത് കഴിഞ്ഞ ഫസ്റ്റ് മത്സരം നടന്നപ്പോൾ. അപ്പം അന്ന് തന്നെ ആ ഒരു പ്രഷർ ചെറുതായിട്ടെങ്കിലും ക്രിസ്ത്യാനോയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ക്രിസ്ത്യാനോയ്ക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് അതിൻ്റെ കൂടുതലൊരു പ്രഷർ മാത്രമല്ല, ക്രിസ്ത്യാനോനെ പോലെ വലിയൊരു ഡ്രൈവ് ഉള്ള സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇന്നൊരു പോയിന്റ് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ദിവസമായിരിക്കും. അതിനുവേണ്ടി മാക്സിമം അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്യും. പക്ഷേ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഉണ്ടായ വലിയ കുറേ കെയോസ് ഉണ്ട്. അതായത് പോർച്ചുഗീസ് ഫാൻസോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ ഫാൻസ് എല്ലാവരും കൂടെ ഴാവോ നെവസിന്റെ അക്കൗണ്ടിലും ബ്രൂണോ ഫെർണാണ്ടസിന്റെ അക്കൗണ്ടിലൊക്കെ കയറി കമന്റ്സിലൊക്കെ പോയി അനാവശ്യം പറയുക. ഴാവോ നെവസിന്റെ ഗേൾഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ പോയിട്ട് അനാവശ്യം പറയാം. ബ്രൂണോ ഫെർണാണ്ടസിനെ ഡിസ് ചെയ്യുന്ന ഒരു റീലോ പോസ്റ്റോ മറ്റേ ക്രിസ്ത്യാനോന്റെ പെങ്ങള് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ ആ ടീമിന്റെ മൊറാലിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഒരു യൂണിറ്റീനെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും, ഫാൻസ് അടക്കം എല്ലാവരും ബാധിച്ചൊരു കാര്യമായിരുന്നു. എല്ലാവരും കൺഫ്യൂസ് ചെയ്യിച്ചൊരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതിനെങ്ങനെയാണ് ഇവർ മറികടക്കാൻ പോകുന്നത്, ടീം അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂം സ്പ്ലിറ്റ് ആവില്ലേ, അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ പ്രീ മാച്ചിൽ പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് വന്ന് പറയുന്നത് യൂണിറ്റി ഇപ്പോഴും ഭയങ്കര സ്ട്രോങ്ങർ ആണ്, കോങ്കോനെക്കാട്ടിലും നമ്മളിപ്പോൾ ഭയങ്കര സ്ട്രോങ്ങർ ആണ് നമ്മുടെ ഇടയിൽ യൂണിറ്റി എന്നാണ് റോബർട്ടോ മാർട്ടിനസ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ക്രിസ്ത്യാനോയുടെ പെർഫോമൻസിനെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ മാത്രമല്ല കഴിഞ്ഞ പോർച്ചുഗലിന്റെ മത്സരം മോശമായിരുന്നു എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും നല്ല മത്സരമായിരിക്കും, തിരിച്ചു വരും, പ്രൂവ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചത്. ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെ കോച്ച് ചെയ്യുന്നത് ഇറ്റാലിയൻ ലെജൻഡും കോച്ചുമായിട്ടുള്ള ഫാബിയോ കാനവാരോ ആണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ ഏതൊരു സിറ്റുവേഷനിലും ഗോൾ അടിക്കുന്ന ഒരാളാണ്. പക്ഷെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ മാത്രമല്ല ത്രെറ്റ്, അതിൽ ഇഷ്ടം പോലെ മികച്ച പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാണ്. അപ്പൊ എല്ലാവരെയും നമ്മൾ നോക്കേണ്ടി വരും. മാത്രമല്ല അദ്ദേഹം പറയുന്നത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അത്തരത്തിലായിരിക്കും ഗെയിമിനെ ഫേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല മെസ്സിയോ മറഡോണയോ പോലെ ഒറ്റയ്ക്ക് ഗെയിം ജയിപ്പിക്കാൻ ടാലന്റ് ഉള്ള ആൾക്കാരൊന്നും അല്ല ഉസ്ബെക്കിസ്ഥാനിലുള്ള. പക്ഷെ ഒരു ടീമായിട്ട് നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുള്ള രീതിയിലാണ് ഉസ്ബെക്കിസ്ഥാൻ പറഞ്ഞിട്ടുള്ളത്.
പക്ഷെ എന്നിരുന്നാലും CR7 ആരാണ്, എന്താണ്, തന്നെ കൊണ്ട് ഇപ്പോഴും എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.